പിന്നെ എൻ ഡി എ എന്ന് പറഞ്ഞ പല ആരുണ്ട്, എൻ ഡി എ എന്ന് പറഞ്ഞ വോട്ടുള്ള ആരുണ്ട്? BJP വല്ലവരുണ്ടോ? ഒന്ന് പറയുന്നുണ്ടോ? എനിക്ക് ചിരി വരുന്നു ഞാൻ പറയുന്നു. എന്താ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ? ഇല്ല, ഒന്നുമില്ല. മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. 5 ലക്ഷം വോട്ട് SNDPക്ക് ഉണ്ട്. പക്ഷേ ഏതാണ്ട് 1.65 തുഷാർ വെള്ളാപ്പള്ളി എത്തിയത്. അത് പിന്നെ പറയണോ? എടാ ഹരി, ഇവനൊക്കെ ആര് വോട്ട് ചെയ്യാൻ? ഇവനൊക്കെ എവിടെ ജയിക്കാൻ? കെട്ടിവെച്ച കാശ് പോലും കിട്ടൂല. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ആ 10,000 വോട്ടാണ് SNDPയുടെ എന്ന് പറഞ്ഞ് നാണം വേണ്ടേ? എന്തിനാ ഈ NDA ഘടകകക്ഷിയാന്ന് പറയുന്നത്? എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാർക്കടോ, ഇനി എന്തോന്ന് നാറാൻ? ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? അതായത് ഈഴവരുടെ മാർപ്പാപ്പയാണെന്നാ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്ന് സ്ഥാനാർത്ഥി എന്താ എത്ര കോടി രൂപ അടിച്ചു പൊളിച്ചു? ഇതിട്ട് എവിടെ പോയി? അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറ ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. എന്നെ കേട്ടെന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്നും മിണ്ടുന്നില്ല. നീ എന്തെങ്കിലും മങ്ങത്തരം കാണിച്ച അയാൾ എന്നെ കൂടെ ചവിട്ടി പുറത്താക്കും, പറഞ്ഞേക്കാം. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? ഈ BDS മുന്നണിന്നേ കളയണമെന്ന് എന്റെ അഭിപ്രായം. പച്ചയ്ക്ക് ഞാൻ പറയുക. വല്ല കാര്യമുണ്ട്? എന്തിനീ BDS? മനുഷ്യൻ വല്ലതും ഉണ്ടോ? SNDP ആയിട്ട് നല്ല ബന്ധപ്പെടം ഉണ്ടാക്കണം. SNDP ഈഴവ സമുദായം നല്ല ശക്തമാണ് കേരളത്തിൽ. ആ സമുദായമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് BJP പോകണം. അതിലൂടെ അല്ല BDS പറഞ്ഞ ഒരു കുറുക്കനും കിട്ടുകയില്ല. അസൂയ നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടും അസൂയ. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ. PC ജോർജ് രക്ഷപ്പെടുവാന്ന ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാൾ ആരാണ്? നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ, ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്നു? അതെത്ര ശരിയാ. ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അപഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ അതുകൊണ്ടല്ല അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ഒരു സ്ഥാനാർത്ഥിയായി ആളുകൾ ഓർക്കുമെന്ന് മാത്രമല്ല, ചരിത്രം ഇത്രയും ഒരു ദരിദ്രവാസിയിലും നിലപാടില്ലാത്തതിനും പക്ഷമില്ലാത്ത, എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല, പക്ഷമായി വന്ന് ഇപ്പൊ പക്ഷമെല്ലാം ചിറകെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് PC ജോർജ്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു, കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ ആളാണ് അദ്ദേഹം. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. ഞാനും പറയണേ, ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിറവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? അവസാനം ഇപ്പോ ലയിക്കാനായിട്ട് LDF ചെന്നു, UDF ചെന്നു, അങ്ങനെ ചെല്ലാനും ഒരു സ്ഥലവും ഇല്ല. ആർക്കും അദ്ദേഹത്തിന് വേണ്ടാന്ന് വന്നപ്പോൾ അവസാനം എന്നും തള്ളി പറഞ്ഞിട്ട് BJP ചെന്നു. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? തൽക്കാലം ഇത്രയും മതി, വരട്ടെ. കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.